ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. ഞങ്ങൾ മൂന്നാളും ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കാപ്പി വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ദോശയും ചമ്മന്തിക്കറിയും സാമ്പാറും വടയൊക്കെയാണ് വാങ്ങിയത്. കാപ്പിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് നടന്നു പോവുകയാണ്. ഇപ്പം നമ്മൾ ട്രെയിനിലാണ് വരുന്നത്. തമ്പാനൂർ വന്ന് ഇറങ്ങിയിട്ട് തൈക്കാട് വഴി നടന്ന് ഓഫീസിലേക്ക് പോകും. അവിടെ അടുത്ത് തന്നെയാണ് ഓഫീസ്. നമുക്ക് മുന്നേ വന്ന ഒത്തിരി ട്രെയിനീസ് ഇന്ന് അവരുടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അതിൽ നമ്മുടെ സെക്ഷനിൽ ഇരിക്കുന്ന 2 ചേച്ചിമാരും ഉണ്ട്. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസം കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇന്ന് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് കാപ്പി കുടിക്കാം. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവരവരുടെ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യാനായിട്ട് പോകും. ഈ കൊണ്ടുവന്ന ഫുഡ് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഞങ്ങളവിടെ എന്ത് സാധനം കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാണ്. അതൊരു മുട്ടായി ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കും. ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് പായസം കഴിക്കുകയാണ്. ഇത് അമ്പലത്തിലെ പായസമാണ്. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് മിക്ക ദിവസവും പായസമൊക്കെ കിട്ടാറുണ്ട് നമുക്ക്. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഞ്ജന ചേച്ചി എത്തി. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാനും ആർദ്രയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. ചേച്ചിമാരറിയാതെ നമ്മളവർക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വന്നു. ഗിഫ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്ഷനിൽ നിന്ന് അഞ്ജന ചേച്ചിയും ശിവലക്ഷ്മി ചേച്ചിയാണ് പോകുന്നത്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് എല്ലാം റെഡിയായി. നമ്മൾ അവർ വരുന്നതിന് മുന്നേ എല്ലാം മാറ്റി വെക്കുകയാണ്. വേറെയും ഒത്തിരി ഗിഫ്റ്റുകൾ ചേച്ചിമാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്കും ആർദ്രയ്ക്കും കിട്ടിയ ഗിഫ്റ്റാണ് ഈ 2 കമ്മൽ. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന രതീഷേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. അവർക്ക് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വാങ്ങി തന്നതാണ്. ഞങ്ങൾ ഒത്തിരി പേര് ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് ഓൺലൈനായിട്ട് വാങ്ങണോ അതേ ഷോപ്പിൽ പോയി തന്നെ എടുക്കണോ എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം ചേച്ചിമാർ പോയി വാങ്ങുകയാണ് ചെയ്തത്. 2 കുഞ്ഞ് ഗിഫ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നത് ആര്യ ചേച്ചിയുടെ കുഞ്ഞു മക്കളാണ്. അവരോട് രണ്ടുപേരും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ടൈം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ പോലും ചേച്ചിമാർക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചിമാർക്ക് കൊടുത്ത ഈ ഗിഫ്റ്റ് ഡ്രസ്സും കമ്മലും ഒക്കെ ആതിര ചേച്ചി ആര്യ ചേച്ചിയും കൂടെ ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. എല്ലാവരുടെ അഭിപ്രായമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചേച്ചിമാർ പോകുന്നതിന് 2 ദിവസം മുന്നേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരൊരുപാട് ഹാപ്പി ആവുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇമോഷണൽ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി. വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് ജേണി അല്ലെങ്കിൽ ഒരു വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് രാവിലെ എത്തുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് ഒരു വർഷമായിട്ട് നമ്മൾ കാണുന്നവരാണ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കലെല്ലാം കഴിഞ്ഞു. നമ്മളും ഹാപ്പിയായി, ചേച്ചിമാരും ഹാപ്പിയായി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ 2 പേർക്കൊരു കുഞ്ഞ് കീ ചെയിൻ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പിയായി കേട്ടോ. ഇനിയും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്. അവർക്ക് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഷോപ്പിലൊക്കെ പോയി അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റെല്ലാം വാങ്ങി പാക്ക് ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വളരെ സന്തോഷമായിട്ട് കുഞ്ഞ് ഗിഫ്റ്റുകളാണ് നമ്മൾ അവർക്ക് വാങ്ങിയത്. ഇനി നമുക്ക് അവരൊരു ഗിഫ്റ്റ് കൊടുക്കാം. നിനക്ക് മാത്രം കുടിച്ചാൽ മതിയോ? Oh